ഓണനാളിലും കേരള ക്രിക്കറ്റ് ലീഗിൽ സെമിഫൈനൽ ആവേശം തുടരുന്നു. തൃശൂർ ടൈറ്റൻസിനെ 10 വിക്കറ്റിന് തകർത്ത് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ കടന്നു. കൊച്ചി കാലിക്കറ്റ് പോരാട്ടം തുടരുകയാണ്. AP സജിഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവോണരാവിലും ഇവിടെ ക്രിക്കറ്റ് ആവേശം തുടരുകയാണ്. ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലുള്ള സെമിഫൈനലാണ് നടക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 8 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 187 റൺസിന്റെ വിജയലക്ഷ്യമാണുള്ളത്. നിഖിൽ ടി അർദ്ധ സെഞ്ചുറി നേടി. ഇന്ന് ആദ്യത്തെ മത്സരത്തിലൂടെ തന്നെ ഇന്ന് ഈ സീസണിലെ രണ്ടാം പതിപ്പിൽ ആദ്യ ഫൈനൽ ഉറപ്പിക്കുന്ന ആദ്യത്തെ ടീമായി ഏരീസ് കൊല്ലം സെയിലേഴ്സ് മാറി. ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഏരീസ് കൊല്ലം സെയിലേഴ്സ് തുടർച്ചയായ രണ്ടാം തവണയാണ് ഫൈനലിലെത്തുന്നത്. തൃശൂർ ടൈറ്റൻസിനെ ആദ്യ സെമിയിൽ 10 വിക്കറ്റിന് തോൽപ്പിച്ചിട്ടാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനൽ ഉറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സെമിയിൽ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു നിർണായക മത്സരത്തിൽ കൊല്ലം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടോസ് നേടി അവർ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് 86 റൺസിനാണ് പുറത്തായിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി തന്നെ മിക്ക ബൗളർമാരും 2 വിക്കറ്റ് വീതം വീഴ്ത്തി എന്നതുകൂടി തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നത്. അമലേജിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. തുടർ ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊല്ലം ഏരീസ് സെയിലേഴ്സ് ഒറ്റ വിക്കറ്റ് നഷ്ടപ്പെടാതെ തന്നെ വിജയലക്ഷ്യം കാണുകയും ഓപ്പണർ ഭരത് സൂര്യ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. ഇനി ഇപ്പോൾ കാത്തിരിക്കുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലുള്ള മത്സരത്തിലെ അന്തിമ ഫലത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിയായിരിക്കും ഫൈനലിൽ കൊല്ലത്തിൻ്റെ എതിരാളി.